മാർഗമോ ലക്ഷ്യം നിൻ മുൻപിൽ എന്ത്? നാശത്തിൻ പാതയും ജീവന്റെ മാർഗമോ ലക്ഷ്യം നിൻ മുൻപിൽ എന്ത്? പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതത്തിൽ എന്നെ ശ്രവിക്കുന്ന ഏവർക്കും വേഗമരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ പ്രഭാത വചന ചിന്തയ്ക്കായി വിശുദ്ധ തിരുവെഴുത്തിൽ നിന്നും ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 46-ാം വാക്യം. നഥനയേൽ അവനോട്, നസറത്തിൽ നിന്നും വല്ല നന്മ വരുമോ എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവനോട്, വന്ന് കാണുക എന്ന് പറഞ്ഞു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭ സമയത്ത് ആദ്യമായി തൻ്റെ ശിഷ്യന്മാരായ യോഹന്നാൻ, പത്രോസ്, അന്ത്രയോസ്, ഫിലിപ്പോസ് എന്നിവരൊക്കെ തൻ്റെ ശിഷ്യന്മാരായി തൻ്റെ കൂടെ കൂടിയ സമയത്ത് അതിൽ ഒരു ശിഷ്യനായ ഫിലിപ്പോസ് തൻ്റെ സ്നേഹിതനായ നഥനയേലിനെ കണ്ടുമുട്ടിയപ്പോൾ, ഞങ്ങൾ കർത്താവ് മശിഹായെ കണ്ടുമുട്ടി എന്ന് പറഞ്ഞ് അവനെയും ഈ ക്രിസ്തുവിനെയൊക്കെ വിളിക്കുന്ന അനുഭവമാണ് നമ്മളിവിടെ കാണുന്നത്. എന്നാൽ യേശു കർത്താവ് നസറേത്തിൽ ജീവിക്കുകയും നസറേത്തിൽ നിന്ന് വരികയും ചെയ്യുന്നതുകൊണ്ട് ഈ നസറേത്ത് എന്ന ഗ്രാമം ഒരു പ്രസിദ്ധിയുള്ളതല്ലായിരുന്നു. അതിൻ്റെ അപകീർത്തി നാമം ഉണ്ടായിരുന്നു. ആ നസറത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ വരുമോ എന്ന് ലോക്കൽ ആൾക്കാർ പറയുന്ന ഒരു ഭാഗമായിരുന്നു. അതുതന്നെ ഈ നഥനയേൽ ഫിലിപ്പോസിനോട് ചോദിച്ചു, നസറത്തിൽ നിന്നും വല്ല നന്മ വരുമോ എന്ന്. ഇന്ന് നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തു നസറത്തിലല്ല ജനിച്ചത്, യഹൂദിയിലെ ബേത്ലഹേമിലാണ് ജനിച്ചത്. എന്നാൽ ഹെരോദാവിനെ ഭയപ്പെട്ട് അവർ അവിടെ നിന്നും ഇസ്രായേലിലേക്ക് പോയെങ്കിലും മടങ്ങി വരുമ്പോൾ ഹെരോദാവിൻ്റെ മരണശേഷമാണ് മടങ്ങി വരുന്നതെങ്കിൽ ഹെരോദാവിൻ്റെ മകൻ്റെ ഭരണകാലത്ത് യഹൂദിയിലെ ബേത്ലഹേമിലേക്ക് പോകാൻ മടി കാണിച്ചവരെ നേരെ ഗലീലയിലെ നസറേത്തിൽ വന്ന് പാർക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ആ നഗരം എങ്ങനെയുള്ളതായാലും കർത്താവായ യേശുക്രിസ്തു ഗലീലയിൽ ചെന്നത് മൂലം ഗലീലയുടെ പേരും ഗലീലയുടെ സ്വഭാവമൊക്കെ മാറുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ വിശുദ്ധ തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഗലീല യേശു കർത്താവിനെ നസ്രയനായ യേശു എന്ന് നമ്മൾക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ ഗലീലയ്ക്കും നസ്രയത്തിനും നന്മ വരുന്നതായിട്ടും അതിൻ്റെ ഭാവി പ്രസിദ്ധമായി തീരുന്നതായിട്ടും നമുക്ക് കാണുവാൻ സാധിക്കും. കാല ഈ വചനം കേൾക്കുന്ന പ്രിയ ദൈവപൈതലേ, നമ്മുടെ കുടുംബ സാഹചര്യമോ നമ്മുടെ ചുറ്റുപാടുകളോ നമ്മുടെ കുടുംബമോ നമ്മുടെ ജീവിതമോ മറ്റുള്ളവർ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമാണെങ്കിൽ അവനിൽ എന്ത് നന്മയുണ്ട്, അല്ലെങ്കിൽ എന്ത് നന്മയ്ക്ക് സാധ്യത ഉണ്ടെന്ന് മറ്റുള്ളവർ തുറച്ചു നോക്കുന്നുവെങ്കിൽ, കൃപാകാലം ഈ നസറേയൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ ഒരു അത്ഭുതമാക്കി തീർക്കുവാൻ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴി തുറന്നു തരുവാൻ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാന്യത നൽകി തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ആമേൻ, സ്തോത്രം. നസറേത്തിൽ നിന്നും വല്ല നന്മ വരുമോ എന്ന് നഥനയേൽ ചോദിച്ചു. അപ്പോൾ ഫിലിപ്പോസ് പറഞ്ഞു, വന്ന് കാണുക, വന്ന് കാണുക. മടിച്ചു നിൽക്കാതെ ക്രിസ്തുവിലേക്ക് കടന്നു വന്നാൽ, ക്രിസ്തുവിൻ്റെ ആദർശങ്ങൾ വചനങ്ങളെ ഏറ്റെടുത്താൽ അവൻ ഇന്നും നമുക്ക് അരികിലുണ്ട്. ഏത് സമയത്തും നമ്മുടെ അടുത്തേക്ക് വരുവാൻ, നമുക്ക് വേണ്ടി വിടുതലയക്കുവാൻ, നമ്മെ സഹായിപ്പാൻ കർത്താവ് സമീപസ്ഥനായ ദൈവമാകുന്നു. ആ ദൈവകരങ്ങളെ നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ഇന്ന് രാവിലെ സമയം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഈ വചനം കേൾക്കുന്ന നിന്റെ ജനത്തെ ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിത സാഹചര്യങ്ങളിൽ ഏതെങ്കിലും അവസ്ഥയിൽ ആമേ സ്തോത്രം കർത്താവേ, ഭാരത്തിൻ്റെയോ പ്രയാസത്തിൻ്റെയോ ആമേ നിന്നയുടെ അനുഭവങ്ങളിലാണെങ്കിൽ ആ ജീവിതങ്ങൾക്കൊരു വിടുതലായി തീരുവാൻ, നസറേത്തിൽ നിന്നുള്ള നന്മ യേശു കർത്താവ് അവരുടെ ജീവിതത്തിൽ ഒരു നന്മയായി തീരുവാൻ ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. മുഖത്തൻ കർത്താവ് എടുത്താട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.